നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ 22 വാർഡുകളിൽ വിജയിച്ച് ഭരണം നിലനിർത്തിയ UDF-ന് ലഭിച്ചത് 14,149 വോട്ടുകൾ. 13 വാർഡുകളിൽ വിജയം കൈവരിച്ച LDF-ന് 13,797 വോട്ടുകളും 6 സീറ്റുകളിൽ വിജയം കൈവരിച്ച NDA-ക്ക് 10,212 വോട്ടുകളും ലഭിച്ചു. 9 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തിയ UDF 11 വാർഡുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരിച്ച 4ാം വാർഡിൽ UDF-ന് 4ാം സ്ഥാനത്ത് എത്തുവാനേ കഴിഞ്ഞുള്ളൂ. 22 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തിയ LDF 7 വാർഡുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 11 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തിയ NDA 21 വാർഡുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 3 വാർഡുകളിൽ 4ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിച്ച 3 വാർഡുകളിൽ 2ഇടത്ത് വിമത സ്ഥാനാർത്ഥികൾ വിജയം കണ്ടപ്പോൾ ഒരിടത്ത് 2ാം സ്ഥാനത്ത് എത്തിയത് വിമത സ്ഥാനാർത്ഥിയായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച സർക്കാരിനു നേരെയുള്ള ജനങ്ങളുടെ കടുത്ത രോഷമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണവിരുദ്ധ വികാരമെന്ന യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണുള്ളത്. അത് അങ്ങനെ തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലേ ഞങ്ങൾക്ക് ഗുണം ചെയ്യൂ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും UDF-നൊപ്പം നിന്നത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. ആവശ്യം നേരത്തെയും ഉയർന്നിട്ടുള്ളതാണെന്നും കോൺഗ്രസ് ഒറ്റയ്ക്കല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മുന്നണിയാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KK ശോഭനൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ CS അബ്ദുൾ ഹഖ്, PK ഭാസി എന്നിവരും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. താണാവിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കുട്ടംകുളം പരിസരത്ത് സമാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വിജയികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. LDF മണ്ഡലം സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് J ചിറ്റിലപ്പിള്ളി, TK സുധീഷ്, TB ഷക്കീല, AJ ഡിക്സൺ എന്നിവർ പങ്കെടുത്തു.
ആദ്യകുലപതി പല്ലാവൂർ അപ്പുമാരാർ സ്മാരക വിദ്യാസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ പല്ലാവൂർ താളവാദ്യ മഹോത്സവത്തിന് തുടക്കമായി. കൂടൽമാണിക്യം ക്ഷേത്രം കിഴക്കേ ഗോപുര നടയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വാദ്യമഹോത്സവം പെരുവനം കുട്ടമ്മാരാൽ ഉദ്ഘാടനം ചെയ്തു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മജ്യോതി പുരസ്കാരം നർത്തകി ചിത്ര വിശ്വേശ്വരനും പത്മജ്യോതി പുരസ്കാരം നാട്ടുവാങ്കം കലാകാരനും കർണാടക സംഗീതജ്ഞനുമായ KS ബാലകൃഷ്ണനും സമ്മാനിച്ചു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ V കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി പ്രസിഡന്റ് കലാമണ്ഡലം ശിവദാസ്, അജയ് മേനോൻ, ചിത്ര വിശ്വേശ്വരൻ, KS ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സന്ദർഭത്തിൽ എന്നോടൊപ്പം ഇവിടെ വേദി പങ്കിടുന്നത് രണ്ട് മഹത്തായ കലാവിഭാഗങ്ങളുടെ ഉന്നതരായ കലാകാരന്മാരാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. അവരോടൊത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ശ്രീമതി പത്മശ്രീ ചിത്ര വിശ്വേശ്വരനായാലും അതുപോലെ തന്നെ ശ്രീ KS ബാലകൃഷ്ണനായാലും അവരുടെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭകളാണ്. ചിത്ര വിശ്വേശ്വരനെ കുറിച്ച് നാം അവരെ നേരിട്ട് കാണാത്തവർക്ക് പോലും ആ പേര് കേട്ടാൽ അവരുടെ നൃത്തത്തെക്കുറിച്ചും അതുപോലെ അവരുടെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്നവരാണ് ഇരിഞ്ഞാലക്കുടയിലുള്ളവർ. അതിന് കാരണം ശിവദാസും സൂചിപ്പിക്കുകയുണ്ടായി. ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് സാംസ്കാരിക നഗരിയുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരിഞ്ഞാലക്കുടയിൽ എല്ലാ നല്ലതിനെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇരിഞ്ഞാലക്കുടക്കാർ. അതിന് ഏറ്റവും ഉദാഹരണം തന്നെ പാലക്കാട് ജില്ലയുടെ പല്ലാവൂർ അപ്പുമാരാരുടെ പേരിൽ എല്ലാ വർഷവും അതിഗംഭീരമായി തായമ്പോത്സവം നടക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. ഇത് ഒന്നു മാത്രമല്ല, ഇരിഞ്ഞാലക്കുടയിൽ ഇതുപോലെ പല കലാകാരന്മാരെയും അനുസ്മരിക്കാനും അവരുടെ പേരിലൊക്കെ ആഘോഷങ്ങൾ നടത്താനും ഇരിഞ്ഞാലക്കുടയിലെ കലാ സഹൃദയർക്ക് സാധിക്കുന്നു. അത് ഇരിഞ്ഞാലക്കുടയുടെ കലാ ആസ്വാദനത്തിൻ്റെ, കലാപഠനത്തിൻ്റെ, കലയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. അത് ഉണ്ണായി വാര്യർ എന്ന മഹാഗുരുവിൻ്റെ പാദം, അതുപോലെ തന്നെ ഭരതസ്വാമി സംഗമേശിൻ്റെ അനുഗ്രഹം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ അയ്യങ്കാളി സ്ക്വയറിൽ ഡോക്ടർ KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ വിദ്യാഭ്യാസവും പൊതുവിദ്യാലയങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശ് കേശവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ വിദ്യ KV, താജുദ്ദീൻ KK, സിംല, സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി പോൾസൺ സ്വാഗതവും ഉപജില്ലാ സെക്രട്ടറി KR സത്യപാലൻ നന്ദിയും പറഞ്ഞു. കാട്ടിൽ നായാട്ടിന് പോയ അർജുനനും പാണ്ഡവന്മാരും അടങ്ങുന്ന സംഘം, അവരുടെ മുന്നിൽ കുരച്ചുകൊണ്ട് പോകുന്ന പട്ടി, ഏകാഗ്രമായിട്ട് ഈ അസ്ത്രവിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഏകലവ്യൻ്റെ അസഹനീയമായി തോന്നി പട്ടിയുടെ കൊര. ഒറ്റ അസ്ത്രം കൊണ്ട് ആ പട്ടിയുടെ കൊര അയാൾ നിർത്തിച്ചു. പട്ടിയുടെ വായ ഷട്ടപ്പ്, പട്ടി ഷട്ടപ്പായി. അപ്പോഴാണ് ഇവർ അന്വേഷിക്കുന്നത് ഇത്ര ലക്ഷ്യവേദിയായിട്ടുള്ളൊരു അസ്ത്രം ആരാണ്. അപ്പോഴാണ് കാണുന്നത് ഈ നിഷാദ ബാലനാണ് അത് ചെയ്യുന്നത്. അവർക്ക് അത്ഭുതമായി. നോക്കുമ്പോൾ ദ്രോണാചാര്യരുടെ പടമുണ്ട്, അവിടെ നിർമ്മിച്ച പടമുണ്ട്. ദ്രോണാചാര്യർക്ക് ഒരു തരത്തിൽ സന്തോഷമാണ്. എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിന് ആകെ കൂടെ പരിഭ്രാന്തിയായി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അരുമശിഷ്യൻ അർജുനൻ പറഞ്ഞു, നിങ്ങൾ ഗുരുദക്ഷിണ ചോദിക്കൂ. നിങ്ങളുടെ പ്രതിമയല്ലേ അവിടെ നിൽക്കുന്നത്. ഇയാൾ ദരിദ്രനാണ്. ദ്രോണാചാര്യർ വലിയ ദരിദ്രനാണ്. പഴയ കാലത്ത് സ്കൂൾ മാഷന്മാരെ പോലെയാണ് ദ്രോണാചാര്യർ. മകൻ അശ്വത്ഥമാവിന് പാല് കുടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായപ്പോൾ ഈ അരിപ്പൊടി കലക്കി പറ്റിച്ചവരാണ് നമ്മുടെ കൗരവന്മാരും പാണ്ഡവന്മാരും. പാലാന്നും പറഞ്ഞു. ഇതങ്ങനെ കേട്ടെ. ഈ ദരിദ്രനായിട്ടുള്ള അധ്യാപകനോട് ഗുരുദക്ഷിണ ചോദിക്കാൻ പറഞ്ഞു. അയാൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? പെരുവിരലാണ് ചോദിച്ചത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.